കൊച്ചിയിൽ റോഡിലെ കുഴിയിൽ വീണ ബൈക്ക് യാത്രികന്റെ കാലൊടിഞ്ഞു. കുമ്പളങ്ങി സ്വദേശി നൈജൽ ജോസഫാണ് അപകടത്തിൽപ്പെട്ടത്. കണ്ണങ്ങാട് റോഡിലെ സെയിന്റ് മേരീസ് കുരിശുപള്ളിക്ക് സമീപമുള്ള കുഴിയിൽ വീണാണ് അപകടം. ശനിയാഴ്ച 19-ാം തീയതി കണ്ണങ്ങാട്ട് പാലമിറങ്ങി നമ്മൾ ഇടക്കൊച്ചി ആ പള്ളിയുടെ സെൻറ്റ് മേരീസ് പള്ളി ഇങ്ങോട്ട് വന്ന വഴിക്ക് അവിടെ ഒരു കുഴിയിൽ ചാടി എൻ്റെ കാലിപ്പോൾ ഒരു സർജറി കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ഇനി അടുത്ത മേജർ സർജറിക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു അനാസ്ഥകാരണമാണ് ഇങ്ങനെ സംഭവിച്ചത്. വിവരങ്ങളുമായി സഹിൻ ആന്റണി ചേരുകയാണ്. സഹിൻ, ഈ ബൈറ്റിനോട് ചേർത്ത് നിർത്തുകയാണെങ്കിൽ പറയാം കുഴിയില്ലാത്തൊരു വഴിയില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെയും അനുഭവം. ഈ സംഭവം എന്താണ് സഹിൻ? അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയൊക്കെ എങ്ങനെയുണ്ട്? കഴിഞ്ഞ ദിവസമായിരുന്നു ഈ സംഭവം ഉണ്ടായത്. അതായത് നൈജിൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം ബൈക്കിൽ ഇടക്കൊച്ചി കണ്ണങ്ങാട്ട് റോഡിലൂടെ യാത്ര ചെയ്തതാണ്. എല്ലാ വഴികളും സംഗീത സൂചിപ്പിച്ചതുപോലെ തന്നെ കുഴികളാണ്. എല്ലാ വഴികളിലൂടെയും യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത്. റോഡിൽ ആകമാനം കുഴിയാണ്. സാധാരണക്കാർക്കോ ഒരു മനുഷ്യനോ ഇരുചക്ര വാഹനവുമായിട്ട് ഇറങ്ങുന്ന ഒരാൾക്കും യാത്ര ചെയ്യാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. കഴിഞ്ഞ ദിവസം നൈജിലും ഈ രാത്രി സമയത്താണ് അതുവഴി പോയത്. ഈ വെള്ളം കെട്ടിക്കിടക്കുന്നത് കൊണ്ട് തന്നെ ഈ കുഴി കണ്ടെത്താൻ കഴിയില്ല. അങ്ങനെ അദ്ദേഹം ആ കുഴിയിൽ വീണു. അദ്ദേഹത്തിൻ്റെ കാലൊടിഞ്ഞു. 4 ഭാഗങ്ങളിൽ ഒടിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 2 സർജറി കഴിഞ്ഞു. 2 തവണ ശസ്ത്രക്രിയ നടത്തി. ഇനിയും 2 ശസ്ത്രക്രിയ കൂടി ആവശ്യമാണെന്നാണ് പറയുന്നത്. അത്രയും ഗുരുതരമായിട്ടാണ് ആ ചെറുപ്പക്കാരൻ്റെ കാലൊടിഞ്ഞിട്ടുള്ളത്. പക്ഷേ അധികാരികളൊന്നും വീണ്ടും തിരിഞ്ഞു നോക്കുന്നില്ല. ഈ കുഴി ഒന്ന് മൂടാനുള്ള ഒരു മാനസികാവസ്ഥയെങ്കിലും കാണിക്കണമല്ലോ. അതുപോലും അവരാരും ചെയ്തിട്ടില്ല. ഇപ്പോഴും ആ കുഴി അങ്ങനെ തന്നെയാണ്. അത് മൂടിയില്ലെങ്കിൽ ഇനിയും ആളുകൾക്ക് അപകടം സംഭവിക്കാനുള്ള സാധ്യത ഏറെയാണ്. തീർച്ചയായും സഹിൻ.